ഹായ്, ഇന്ന് നമ്മൾ ചാപ്റ്റർ 3 ഫൈൻഡിങ് കോമൺ ഗ്രൗണ്ട് ഗ്രേഡ് 7-ലെ നെക്സ്റ്റ് പോർഷൻ ആണ് എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് വീഡിയോ എല്ലാവരും കാണുക. അതിൻ്റെ അകത്ത് കോമൺ ഫാക്ടേഴ്സിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയുള്ളത് HCF ആണ്. ഫൈൻഡിങ് ദ HCF ഓഫ് എ നമ്പർ യൂസിങ് പ്രൈം ഫാക്ടറൈസേഷൻ. പ്രൈം ഫാക്ടറൈസേഷൻ വഴി നമുക്ക് എങ്ങനെ നമ്പേഴ്സിൻ്റെ HCF കണ്ടുപിടിക്കാം. ഇതിൻ്റെ അകത്ത് ഫൈൻഡ് ദ കോമൺ ഫാക്ടേഴ്സ് ആൻഡ് ദ HCF ഓഫ് 45 ആൻഡ് 75. 45ൻ്റെയും 75ൻ്റെയും കോമൺ ഫാക്ടർ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് എന്ത് കണ്ടുപിടിക്കണം? HCF കണ്ടുപിടിക്കണം. അപ്പോൾ 45നെ ആദ്യം നമുക്ക് എന്തും കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15 കിട്ടും. അതിനെ വീണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. 5നെ വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. അതിൻ്റെ 1 കിട്ടുന്നത് വരെ ചെയ്യും, അല്ലെങ്കിൽ നമുക്കൊരു പ്രൈം നമ്പർ കിട്ടുന്ന വരെ ചെയ്യും. അപ്പോൾ 45 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 3 × 3 × 5. അതുപോലെ തന്നെ 75നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 25 കിട്ടും. 25നെ വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. വീണ്ടും 5 കൊണ്ട് ചെയ്യുമ്പോൾ 1 കിട്ടും. അപ്പോൾ 75നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 5 × 5 എന്ന് എഴുതാൻ പറ്റും. ഇനി ഫാക്ടേഴ്സ് ഓഫ് 45 എന്ന് പറയുന്നത് 3 × 3 × 5ഉം ഫാക്ടേഴ്സ് ഓഫ് 75 എന്ന് പറയുന്നത് 3 × 5 × 5ഉം. ഇനി ഇതിൻ്റെ അകത്ത് കോമൺ ഫാക്ടേഴ്സ് ഏതാണ് കണ്ടുപിടിക്കുക. ഇവർ ഇതിൻ്റെ അകത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേന്ന് ഒരു 3നെ എടുത്തു, പിന്നത്തേന്ന് ഒരു 5നെ എടുത്തു, എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് എഴുതി. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 3നെ എടുത്തു, ഇതിൽ നിന്ന് ഒരു 5നെ എടുത്തു. അപ്പോൾ 3 × 5 15. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 15 ആണ് വരുന്നത്. അപ്പം ആൻസർ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 15 എഴുതി. അതിൽ എളുപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് 3യിൽ നിന്ന് എന്തെടുക്കാം? ഒരു 3നെ എടുക്കുക. ഈ രണ്ട് 5ൽ നിന്നും ഒരു 5നെ എടുക്കുക. അപ്പോൾ HCF കാണാൻ എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 5 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് കിട്ടും? 15 ആണ് കിട്ടും. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് എന്തെന്ന് എഴുതാം? ഇതിൻ്റെ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് അല്ല, കോമൺ ഫാക്ടർ 3ഉം 5ഉം ആണ്. അപ്പം HCF എന്ന് പറയുന്നത് 3 × 5ഉം 15 എഴുതാൻ പറ്റും. ഇതായിരിക്കും കുറച്ചും കൂടി എളുപ്പം മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഫൈൻഡ് ദ കോമൺ ഫാക്ടേഴ്സ് ആൻഡ് ദ HCF ഓഫ് 112 ആൻഡ് 84. 112ൻ്റെയും 84ൻ്റെയും കോമൺ ഫാക്ടർ കണ്ടുപിടിക്കുക, HCF കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ 112നെ ഫാക്ടറൈസ് ചെയ്യാം. ആദ്യം ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 56 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 28 കിട്ടും. വീണ്ടും 2 കൊണ്ട് ചെയ്യുക. അപ്പോൾ 14 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7 കിട്ടും. 7 എഴുതുക. 1 എഴുതുക. അപ്പോൾ എത്ര 2s ഉണ്ട്? 4 2സും ഒരു 7ഉം കിട്ടും. ഇതുപോലെ തന്നെ 84ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എടുക്കുക. എപ്പോഴും ഈവൻ നമ്പേഴ്സാണ് വരുന്നെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 84നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 42 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 21 കിട്ടും. ഇത് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 കിട്ടും. 7നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. അപ്പോൾ 2 × 2 × 3 × 7. ഇനി ഇതിൽ കോമൺ ആരാന്ന് നോക്കിക്കേ. രണ്ടിലും 2 എന്ന് പറയുന്ന ഒരു നമ്പർ കോമൺ ആലോ. പിന്നെ നോക്കിക്കേ, അടുത്ത രണ്ട് നമ്പർ 2 എന്ന് പറയുന്നത് കോമൺ ആയിട്ടാണ് വന്നേക്കണേ. പക്ഷെ ഇനി ഒരു 2 ഇല്ല, ഇവിടെ ഒരു 2 ഇല്ല, ഇവിടെ 3യും ഇല്ല. അപ്പോൾ അതൊന്നും കോമൺ അല്ല. പിന്നെ കോമൺ ആരാ വന്നേന്ന് നോക്കിക്കേ, 7 ആണ് കോമൺ. അപ്പോൾ കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2 2 7. ഇതിൻ്റെ HCF എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് 2കളിൽ നിന്ന് ഒരു 2നെ എടുത്തു, അടുത്ത രണ്ട് 2ൽ നിന്ന് ഒരു 2നെ എടുത്തു, അടുത്ത രണ്ട് 7ൽ നിന്ന് ഒരു 7നെ എടുത്തു. 2 × 2 എന്ന് പറയുമ്പോൾ 4, 4 × 7 എന്ന് പറയുമ്പോൾ 28. അപ്പോൾ ഇവിടുത്തെ HCF എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് കിട്ടും? 28 ആണെന്ന് കിട്ടും. അവർ ഇങ്ങനെ എഴുതി വെച്ചേക്കുക. ആദ്യം ഒരു 2 കൊടുത്തു, പിന്നെ അടുത്ത 2 കൊടുത്തു, പിന്നെ അടുത്ത 7 കൊടുത്തു. അതിൽ എളുപ്പം നമുക്ക് ഒറ്റയടിക്കങ്ങ് ചെയ്യാം. ഇതും അതുപോലെ തന്നെ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കാം? കോമൺ ഫാക്ടർ കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് HCF കണ്ടുപിടിക്കാം. ഇതിൻ്റെ അകത്ത് കോമൺ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇതിൽ 4 2ഉം ഒരു 3യും, ഇതിൽ 2 5ഉം ഒരു 11ഉം, 96 275. പക്ഷേ ഇതിൻ്റെ അകത്ത് കോമൺ ഫാക്ടർ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമുക്ക് കോമൺ ഫാക്ടർ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും 0 എന്ന് എഴുതരുത്. അതിൻ്റെ HCF എന്തെന്ന് എഴുതാമുള്ളൂ? HCF 1 ആണ് എഴുതാൻ പറ്റുള്ളൂ. ഇവരിൽ ആർക്കും കോമൺ ഫാക്ടർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ എത്ര എഴുതിക്കൊള്ളണം? HCF എന്ന് പറയുന്നത് എത്ര എഴുതിക്കൊള്ളണം? 1 എന്ന് എഴുതിക്കൊള്ളണം. ഇവിടെ 96ൻ്റെ ഫാക്ടറൈസേഷൻ കാണിച്ചു തരാം. 96 ഈവൻ നമ്പർ ആയതുകൊണ്ട് ആദ്യം നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 96നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 48 കിട്ടും. 48 വീണ്ടും ഈവൻ നമ്പറാണ്. അപ്പോൾ അതിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 24 കിട്ടും. 24നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും. 12നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6 കിട്ടും. 6 ഈവൻ നമ്പറാണ്. 2 കൊണ്ട് ചെയ്യുക.
3 കിട്ടി, പ്രൈം നമ്പർ ആയി. ഒന്നുകിൽ ഇവിടെ വെച്ച് എഴുതുക, അല്ലെങ്കിൽ വീണ്ടും ഒരു 3 കൊണ്ട് ചെയ്തിട്ട് 1 എന്ന് എഴുതുക. ഇനി 275 ഇതുപോലെ തന്നെ 275നെ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. 275നെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആയതുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 55 കിട്ടും. 55ന്റെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആയതുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 11 കിട്ടും. അപ്പോൾ വീണ്ടും 11 ഒരു പ്രൈം നമ്പർ ആണ്, അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 11 കിട്ടും. അപ്പോൾ 5 × 5 × 5 11. ഇതിൻ്റെ അകത്ത് കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതണം? HCF 1 എന്ന് എഴുതണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ കോമൺ ഫാക്ടർ ആൻഡ് ദ HCF ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. ഇവിടെ കോമൺ ഫാക്ടർ എത്രയാണെന്ന് നമ്മൾ എഴുതണം. ഇവിടെ ദർ ഈസ് നോ സബ് പാർട്ട് ദാറ്റ് ഈസ് കോമൺ amongst these two factorization. ഇതിൻ്റെ അകത്ത് ആരും കോമൺ ആയിട്ടില്ല. പക്ഷെ കോമൺ ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും അതിൻ്റെ അകത്ത് വരുന്ന കോമൺ ഫാക്ടേഴ്സ് ഏതാണെന്ന് മെൻഷൻ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അവിടെ മാർക്ക് പോകും. ഇനി ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഏതാ ചോദിച്ചേക്കുന്നത്? ഫൈൻഡ് ദ കോമൺ ഫാക്ടേഴ്സ് ആൻഡ് HCF ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ്. ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ കോമൺ ഫാക്ടേഴ്സും HCFും കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമ്പർ നമുക്കിവിടെ അടുത്ത് ചോദിച്ചേക്കുന്നത് 50യും 60യാണ്. അപ്പോൾ 50യുടെയും 60യുടെയും HCF കണ്ടുനോക്കാം. 50 എന്ന് പറയുന്ന ഏത് നമ്പറാണ്? ഈവൻ നമ്പറാണ്. അപ്പോൾ നമുക്ക് അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 50നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 25 കിട്ടി. ലാസ്റ്റ് ഡിജിറ്റ് 5 ആയതുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ വീണ്ടും 5 തന്നെ കിട്ടി. വേണമെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 1 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഈ പ്രൈം നമ്പേഴ്സ് മാത്രമേ എഴുതാം. അപ്പോൾ 50യുടെ നമ്പേഴ്സ് ഏതൊക്കെ കിട്ടി? 2 ടൈംസ് 5 ടൈംസ് 5. ഇനി നമ്മൾ 60യുടെ എഴുതാം. 60യുടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 30 കിട്ടും. 30നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15 കിട്ടും. 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടി. ലാസ്റ്റ് പ്രൈം നമ്പർ കിട്ടുന്നത് വരെ ചെയ്യും. അപ്പോൾ 16 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 3 × 5 എന്ന് എഴുതാം. ഇനി ഇതിൻ്റെ അകത്ത് കോമൺ ആരാന്ന് നോക്കിക്കേ. ഇവിടെ ഒരു 2 കോമൺ ആണ്, അതുപോലെ തന്നെ ഇവിടെ ഒരു 5ഉം കോമൺ ആണ്. വേറെ ആരും കോമൺ ആയിട്ട് വരുന്നില്ല. അപ്പോൾ കോമൺ ഫാക്ടേഴ്സ് ഓഫ് 50 ആൻഡ് 60 എന്ന് പറയുന്നത് ആരാണ് വരുന്നത്? 2, 5. ഇനി ഇതിന്റെ HCF കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 2ഉം 5ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 2ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 കിട്ടും. ഇനി അത് കഴിഞ്ഞിട്ട് ചോദിച്ചേക്കുന്നത് 140യുടെയും 275ന്റെയും കോമൺ ഫാക്ടേഴ്സ് ആണ്. 140യും 275. അതുപോലെ തന്നെ 140യുടെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് 70 കിട്ടും. വീണ്ടും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് 35 കിട്ടും. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 7 കിട്ടും. 275ലെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആയതുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചെയ്തത് തന്നെ 55 കിട്ടും. വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ 11 കിട്ടി. വീണ്ടും വേണമെങ്കിൽ നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 1 എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് 11ൽ നിർത്തിയാലും മതി. അപ്പോൾ ഈ 140നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 140 എന്ന് പറയുന്നത് 2 × 2 × 5 × 7. ഇനി 275 എന്ന് പറയുന്നത് എത്രയാണ് വന്നത്? 5 × 5 × 11. ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് ഒരേ ഒരു നമ്പർ അല്ലേ ഉള്ളൂ, 5. അപ്പോൾ ഇതിൻ്റെ അകത്ത് കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? ഒരേ ഒരു ഫാക്ടറേ ഉള്ളൂ, ദാറ്റ് ഈസ് 5. അപ്പോൾ HCF എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും വരുന്നത്? 5 തന്നെയായിരിക്കും വരുന്നത്, കാരണം വേറെ ഒന്നും ഇല്ലാത്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 77ഉം 725. അപ്പോൾ നമ്മൾ ഇതിൻ്റെയും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 77ന്റെ കേസ് വരുമ്പോൾ 77ഉം 725. 77നെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പോൾ 11 കിട്ടും. 11 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് 1 കിട്ടും. 725ന്റെ ലാസ്റ്റത്തെ ഡിജിറ്റ് 5 ആയതുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് 145 കിട്ടും. 145ന്റെ ലാസ്റ്റത്തെ ഡിജിറ്റ് 5 ആയതുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് 29 കിട്ടും. 29 ഒരു പ്രൈം നമ്പർ ആണ്, അപ്പോൾ 29 അതുപോലെ തന്നെ എഴുതാം. 77 നമുക്ക് 7 × 11 എഴുതാം. 725 നമുക്ക് എങ്ങനെ എഴുതാം? 5 × 5 × 29 എഴുതാം. പക്ഷെ ഇത് നോക്കുമ്പോൾ ഇവർക്കിടയിൽ കോമൺ ഫാക്ടർ ഒന്നുമില്ല. പക്ഷെ നമുക്ക് 0 എന്ന് എഴുതാൻ പറ്റില്ല, കോമൺ ഫാക്ടർ 1 എന്ന് എഴുതുക. അപ്പോൾ ഈ രണ്ട് നമ്പറിന്റെ HCF എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ഡി എന്ന് പറയുന്നത് 370യും 592. 370യും
592. 370യുടെ പ്രൈം ഫാക്ടറൈസേഷൻ നോക്കാം. ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 185 കിട്ടും. ലാസ്റ്റ് ഡിജിറ്റ് 5 ആയതുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 37 കിട്ടും. 37 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് അതിന് വീണ്ടും 37 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി 592 ഈവൻ നമ്പർ ആണ്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ 296 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 148 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 74 കിട്ടും. ഇതും ഒരു ഈവൻ നമ്പർ ആണ്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 37 കിട്ടി. 37 ഒരു പ്രൈം നമ്പർ ആണ്, അവിടെ വെച്ച് നിർത്തുക. അപ്പോൾ 370 എന്ന് പറയുന്നത് ഏതൊക്കെ കൂടി ചേരുന്നതാണ്? 2 times 5 times 37 ആണ്. 592 എന്ന് പറയുന്നത് എത്ര വരും? 2 4 times വരും ഇൻറ്റു 37. ഇവിടെ 2⁻³ എന്ന് എഴുതിയേക്കണത് 2 × 2 × 2 ആണ്. ഈ രണ്ട് 2-ൽ നിന്ന് ഒരു 2-നെ പുറത്തെടുക്കാം. പിന്നെ രണ്ട് 37-ൽ നിന്ന് ഒരു 37-നെ എടുക്കാം. അപ്പോൾ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 2-ഉം 37-ഉം ആണ്. അപ്പോൾ HCF എന്ന് പറയുന്നത് എന്തായിരിക്കും തന്നെ? 2 × 37. 2-ഉം 37-ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും. 2 × 37 എന്ന് പറയുന്നത് എത്ര വരും? 74. അപ്പോൾ ഡിയുടെ ആൻസർ എത്രയാണ് വന്നത്? 74. അപ്പോൾ ഇതിൻ്റെ HCF നമുക്ക് എത്രയാണെന്ന് കിട്ടി? ഡിയുടെ ആൻസർ 74 ആണ് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 81-ഉം 243 ഈ 81-ഉം 243. ഇതിൽ 81 എന്ന് പറയുന്നത് എല്ലാം 3യുടെ മൾട്ടിപ്പിൾ ആണ് വന്നത്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 27, വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 9, വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 3. 243 എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 3 ആണ്. സം ഓഫ് ദ ഡിജിറ്റ് നോക്കുക. 2 + 4 6, 6 + 3 9. അപ്പോൾ ഇത് 3 കൊണ്ട് ഡിവൈഡ് ആണ്. പിന്നെ 81 വരും. പിന്നെ ഈ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ 3, പിന്നെയും 27, പിന്നെയും 3, പിന്നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 3, 3. അപ്പോൾ 81-നെ നമുക്ക് എങ്ങനെ എഴുതാം? 4 3കളുടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതാം. 243 എന്ന് പറയുന്നതിൽ എത്ര വരും? 5 3, 5 3s ആയിരിക്കും വന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് എത്ര എണ്ണം ഉണ്ട് നോക്കിക്കേ. 1 2 3 4. 4 3s ആണ് കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 3 × 3 × 3 × 3. അപ്പോൾ HCF എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് കിട്ടും? ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. കോമൺ ഫാക്ടർ ഇടുമ്പോൾ കോമ ഇട്ട് എഴുതിക്കോളുക. HCF എഴുതുമ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അപ്പം ഇതിൻ്റെ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 3-യും HCF എന്ന് പറയുന്നത് 81 ആയിരിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്ന എളുപ്പമല്ലേ? അപ്പോൾ നമ്മൾ കുഞ്ഞു ക്ലാസ് മുതൽ എപ്പോഴും പഠിക്കുന്ന പോർഷൻ തന്നെയാണ്. അത് തന്നെ പെട്ടെന്ന് കിട്ടിക്കോളും. ഇതിൻ്റെ അകത്ത് കോമൺ ഫാക്ടർ HCF-ഉം കണ്ടുപിടിക്കാനുണ്ടായിരുന്നു. അടുത്തതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് HCF മാത്രം കണ്ടുപിടിച്ചാൽ 30 and 72. കോമൺ ഫാക്ടർ നമ്മൾ പ്രത്യേകം എഴുതണമെന്നില്ല, പക്ഷെ നമുക്ക് ചെയ്യുമ്പോൾ കോമൺ ഫാക്ടർ കിട്ടിക്കോളും. 30 എന്ന് പറയുന്നത് 2 × 3 × 5. 72 എന്ന് പറയുമ്പോൾ 2 × 2 × 2, 3 2-ഉം പിന്നെ 3 × 3. അപ്പോൾ ഇത് ഒരു കോമൺ ഫാക്ടർ, ഇനി ഇതൊരു കോമൺ ഫാക്ടർ. അപ്പോൾ 2 × 3 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 6 ആയിരിക്കും വരുന്നത്. ലാർജസ്റ്റ് കോമൺ സബ്പാർട്ട് ഓഫ് to find the HCF. Clearly it will contain only those prime that occur both in factorization of 2 and 3. 2-ടെയും 3-ടെയും ഫാക്ടറൈസേഷനിൽ വരുന്നത് മാത്രമേ അതിൻ്റെ അകത്തും കാണുള്ളൂ. അതിൻ്റെ അകത്ത് എത്ര 2s ഉണ്ട്? 3 2s ഉണ്ടെങ്കിലും നമുക്ക് എന്തേ എടുക്കാൻ പറ്റുള്ളൂ? ലാർജസ്റ്റ് വരുന്ന ഏതെങ്കിലും ഒരു 2 ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ നിന്ന് 2 3കൾ ഉണ്ടെങ്കിലും കോമൺ ഫാക്ടർ ആയിട്ട് നമുക്ക് ഒരു 3 എടുക്കാൻ പറ്റും. അപ്പോൾ 2 × 3 എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതിനകത്ത് 6 ആയിരിക്കും. അതിൻ്റെ HCF എന്ന് പറയുന്നത് 6 ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്ത അഗ്രിയാണ്. 225 എന്ന് പറയുമ്പോൾ ഫൈൻഡ് ദ HCF ഓഫ് 225 and 750. 225 എന്ന് പറയുമ്പോൾ 3 × 3 × 5 × 5. 750 എന്ന് പറയുമ്പോൾ 2 × 3 × 5 × 5 × 5. ഇതിൻ്റെ അകത്ത് ഒരു 3 കോമൺ ആണ് കിട്ടി, ഇവിടെ ഒരു 5 കോമൺ ആണ് കിട്ടി, പിന്നെ ഒരു 5 കോമൺ ആണ് കിട്ടി. അപ്പോൾ എത്ര വന്നു? 3 × 5 × 5. 3 × 5 15, 15 × 5 75. അപ്പോൾ അവിടുത്തെ കോമൺ എത്രയാണെന്ന് കിട്ടി? 75 ആണ് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഈ ഫിഗർ ഔട്ടി പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ HCF ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ്. ഈ നമ്പേഴ്സിന്റെ HCF കണ്ടുപിടിക്കാം. ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് 24-ഉം 180. അപ്പോൾ നമ്മൾ 24-ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുക.
24ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 24 എന്ന് പറയുന്നത് 2 into 2 into 2 into 3. 180 എന്ന് പറയുമ്പോൾ 2 into 2 into 3 into 3 into 5. ഇനി HCF കോമൺ ആയിട്ട് ആരാ വന്നെ നോക്കുക. ഈ രണ്ട് 2കളിൽ നിന്ന് ഒരു 2നെ എടുക്കുക, വീണ്ടും രണ്ട് 2കളിൽ നിന്ന് ഒരു 2നെ എടുക്കുക, രണ്ട് 3കളിൽ നിന്ന് ഒരു 3നെ എടുക്കുക. വേറെ ആരും നമുക്ക് എടുക്കാനില്ല. അപ്പൊ 2 into 2 into 3 എന്ന് പറയുമ്പോൾ 4 into 3 12. അപ്പൊ ഇവിടുത്തെ HCF എത്രയായിരിക്കും? 12. ഈ പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. 24നെയും 180നെയും ഇങ്ങനെ ചെയ്ത് നോക്കുക. 2 12 2 6 2 3. അതുപോലെ തന്നെ 180നെ 2 ചെയ്യുമ്പോൾ 90, 90നെ 2 ചെയ്യുമ്പോൾ 45, 45നെ 3 ചെയ്യുമ്പോൾ 15, 15നെ വീണ്ടും 3 ചെയ്യുമ്പോൾ 5. ഇത് രണ്ട് നമ്പേഴ്സിൻ്റെയാണ് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? 3 നമ്പേഴ്സിൻ്റെ കണ്ടുപിടിക്കാം. 3 നമ്പേഴ്സിൻ്റെയും കണ്ടുപിടിക്കാൻ ഇതുപോലെ തന്നെ ചെയ്യാം. 42 75 24. ഇതിൻ്റെയും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യും. 42 ഈവൻ നമ്പർ ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 21 നമുക്ക് എത്ര കിട്ടും? 3 കിട്ടി, 7 കിട്ടി. 75നെ 5 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 25 കിട്ടും. വീണ്ടും 5 കൊണ്ട് ചെയ്യുക, അല്ല 15 കിട്ടും. 15നെ വീണ്ടും 5 കൊണ്ട് ചെയ്യുമ്പോൾ 3 കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ആദ്യമേ 3 കൊണ്ട് ചെയ്യാം. ഇനി 24 എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പറിനെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 12 വീണ്ടും 2 6 2 3. നമുക്ക് ഇതിന്റെ എഴുതി വെക്കാം. 42 എന്ന് പറയുമ്പോൾ 2 into 3, 75 എന്ന് പറയുമ്പോൾ 5 into 5 into 3, 24 എന്ന് പറയുമ്പോൾ 2 into 2 into 2 into 3. 2 നോക്കുമ്പോൾ ഇവിടെ ഇല്ല, 5 നോക്കുമ്പോൾ മുകളിലില്ല, താഴെയില്ല. പിന്നെ കോമൺ ആയിട്ട് ആര് മാത്രമേ ഉള്ളൂ? 3 മാത്രമേ ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ടുള്ളൂ. അവിടെ 3 മാത്രം കോമൺ ആയതുകൊണ്ട് അതിന്റെ HCF എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 ആയിരിക്കും വരുന്നത്. ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. സി ക്വസ്റ്റ്യൻ 240 378. 240യുടെ പ്രൈം ഫാക്ടറൈസേഷൻ എഴുതി വെക്കുക. 240നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 120, വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ 60, 2 കൊണ്ട് ചെയ്യുമ്പോൾ 30, പിന്നെ 50, പിന്നെ 3 കൊണ്ട് ചെയ്യുമ്പോൾ 5. 378നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 189. ഇനി ഇത് 3 കൊണ്ട് ചെയ്യുക, കാരണം 1 + 8 9, 9 + 9 18, ഡിവിസിബിൾ ബൈ 3 ആണ്. 63യും ഡിവിസിബിൾ ബൈ 3 ആണ്. 21 ഡിവിസിബിൾ ബൈ 3 ആണ്. 7 കിട്ടി. അപ്പോൾ 240 എന്ന് പറയുമ്പോൾ എത്ര 2കളുണ്ട്? 4 2s ഉണ്ട്. 3. 378 എന്ന് പറയുമ്പോൾ എത്ര വരും? 2 into 3 into 3 into 3. ഇനി കോമൺ ആയിട്ടുള്ള കൊടുക്കുക. ഇവിടെ ഒരു 2 ഉണ്ട്, പിന്നെ 2കളൊന്നുമില്ല, പിന്നെ ഇവിടെ ഒരു 3 ഉണ്ട്. ആണെങ്കിൽ ഇതിൽ ഏതെങ്കിലും 3 വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ HCF എന്ന് പറയുമ്പോൾ എത്ര വരും? 2 into 3. 2 into 3 എന്ന് പറയുമ്പോൾ എത്രയാണ് വന്നത്? 6. അപ്പൊ ഈ നമ്പറിന്റെ HCF 6 ആണ്. ഇനി ഡി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 400ഉം 2500ഉം. ഇങ്ങനെ 2 കൊണ്ട് ചെയ്യുക. അപ്പൊ 200, വീണ്ടും 2 കൊണ്ട് ചെയ്യുക 100, വീണ്ടും 2 കൊണ്ട് ചെയ്യുക 50, വീണ്ടും 2 കൊണ്ട് ചെയ്യുക 25. 25 വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 5 കൊണ്ട് ചെയ്യാൻ പറ്റും. 2500നെ വേണമെങ്കിൽ നമുക്ക് ആദ്യം 5 കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ചെയ്യുമ്പോൾ 1250, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 625. ഇനി 5 കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. 125, വീണ്ടും 5 കൊണ്ട് ചെയ്യാം. അപ്പൊ 25, വീണ്ടും 5 കൊണ്ട് ചെയ്യുക 5. ഇതിന്റെ ഫാക്ടേഴ്സ് എഴുതി വെക്കാം.
400-ല് 1 2 3 4 പിന്നെ ഒരു 5 പിന്നെ ഒരു 5. 2500-ല് 2 2 4 5 ആണ് ഉള്ളത്. ഇനി HCF കാണാൻ എന്ത് ചെയ്യുക? കോമൺ ആയിട്ടുള്ളത് എടുക്കുക. ഇതിൽ നിന്ന് ഒരു 2-ന് എടുത്തു, അടുത്തതിൽ നിന്ന് വീണ്ടും ഒരു 2-ന് എടുത്തു, പിന്നെ 2-ന് എടുക്കാനില്ല. പിന്നെ ഇതിൽ നിന്ന് ഒരു 5-ന് എടുത്തു, പിന്നെ ഇതിൽ നിന്ന് ഒരു 5-ന് എടുത്തു. അപ്പൊ HCF എത്രയാണ്? 2 × 2 4, 4 × 5 20, 20 × 5 100. അപ്പൊ ഡിയുടെ ആൻസർ 100 ആണ് കിട്ടി. HCF 100. ഇനി ഈ ചോദിച്ചേക്കണത് 300 800. ഇവിടെ ഈവൻ നമ്പർ ആയതുകൊണ്ട് എന്തുകൊണ്ട് തന്നെ ചെയ്യാം? 2 കൊണ്ട് ചെയ്യാം, പിന്നെ 75, പിന്നെ 3 കൊണ്ട് ചെയ്യാം 25, 5 കൊണ്ട് ചെയ്യാം 5, 800-ന് ഇതുപോലെ തന്നെ. ഇതിന്റെ കൂടെ ഒരു 2 കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് 800 കിട്ടും. പിന്നെ ഈ പ്രോസസ്സ് അതുപോലെ തന്നെ അങ്ങ് എഴുതി വെച്ചാൽ മതി. അപ്പൊ 300-ന്റെ ആൻസർ വരുമ്പോൾ 2 × 2 × 3 × 5 × 5. 800 എന്ന് പറയുമ്പോൾ 2 × 2 × 2 × 2 × 2 × 5 × 5. അപ്പൊ HCF എന്ത് വരും? ഇതിൽ നിന്ന് ഒരു 2-ന് എടുക്കുക, ഇതിൽ നിന്ന് വീണ്ടും ഒരു 2-ന് എടുക്കുക, പിന്നെ ഇവിടെ വരുന്നത് 2 5s ആണ് വരുന്നത്. ഈ 2 നിന്ന് ഒരു 5-ന് എടുക്കുക, ഈ 2 നിന്നും ഒരു 5-ന് എടുക്കുക. അപ്പം മുകളിലും താഴെയും സെയിം തന്നെയാണ് വരുന്നത്. HCF എത്രയാന്ന് കിട്ടും? 100 ആണ് കിട്ടും. ഇവിടുത്തെ HCF 100 ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് 100 തന്നെ കിട്ടി. ഡിയും ഇയും HCF 100 ആണ് വന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ നമ്പർ 72 and 144. ഇവിടെ നമ്മൾ എടുക്കുന്ന നമ്പർ 72-ഉം 144-ഉം ആണ്. Suppose they are factorized into composite numbers are 72 is equal to 62 times 12 and 144 equal to 8 times 80. Seeing this, can one say that these two numbers have no common factor other than 1? നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ അകത്ത് കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല, 1 മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റും? 72 is equal to 6 × 12-ഉം 144 is equal to 8 × 18. ഇങ്ങനെ എഴുതുമ്പോൾ ശരിയാണ്. ഇതിൻ്റെ അകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല, 1 മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ ഇതെന്തല്ല? പ്രൈം ഫാക്ടറൈസേഷൻ അല്ല. ഇതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 72-ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ 6 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 3 എഴുതാം. 12 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 3 എഴുതാം. അതുപോലെ തന്നെ 144-ല് 8 എന്ന് പറയുന്നത് എത്ര 3 2s കൂടുമ്പോഴാണ്? 3 2s വരും. 18 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 9 എഴുതാം. 9 വീണ്ടും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ HCF എന്ന് പറയുമ്പോൾ ആരാ വന്നെ? ഇതിൽ കോമൺ ആയിട്ട് ആരാ വന്നെ നോക്കിക്കേ. ഇവിടെ ഒരു 2 വന്നു, ഇവിടെ ഒരു 2 വന്നു, ഇവിടെ ഒരു 2 വന്നു, ഇവിടെ ഒരു 3 വന്നു. പിന്നെ നോക്കിക്കേ, ഈ 3-യും ഈ 3-യും അവിടെ ഒരു 3-യും വന്നു. അപ്പം 2 × 2 × 2 8, 8 × 9 എന്ന് വെച്ച് കഴിഞ്ഞാൽ HCF എത്രയാ വന്നെ? 72 ആണ് വന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1 അല്ല, അല്ലെങ്കിൽ HCF എന്ന് പറയുന്നത് 1 അല്ല. ഇവിടുത്തെ കോമൺ ഫാക്ടേഴ്സ് 2 2 3 2 7 ആണ്. അപ്പം HCF 72 ആണ്. 72 ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പം ദ നമ്പേഴ്സ് ഹാവ് കോമൺ ഫാക്ടേഴ്സ് അതർ ദാൻ 1. ഇത് പറഞ്ഞത് തെറ്റാണ്. കാരണം എന്താണ്? ഇതിന്റെ സെന്റൻസിലുള്ള ഇത് അടുത്ത വീഡിയോയിൽ ഞാൻ ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഗ്രേഡ് 6 മുതൽ ഗ്രേഡ് +2 വരെയുള്ള പോർഷൻസിന്റെ വീഡിയോസ് പുതിയ ഗണിത പ്രകാശിന്റെ പുതിയ സിലബസിന്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. +1 +2-ലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അപ്ലൈഡ് മാത്സിലെയും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. ചില കേസസിൽ ഫിസിക്സിന്റെ ഒക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതൊക്കെ വാച്ച് ചെയ്യുക. അപ്പോൾ 6th സ്റ്റാൻഡേർഡിലെ ഒരു കുട്ടിക്ക് +2 വരെ
കണ്ടിന്യൂസ് ആയിട്ട് പോവാൻ എല്ലാം ഹെൽപ്ഫുള്ളും ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണിത്. അപ്പം ഓക്കെ, താങ്ക് യു.